അസ്സലാമലൈക്കും എവരിവൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മൽഹൂത്താണ്. അതായത് നമ്മുടെ മന്തിയുടെയും കബ്സയുടെയും ഒക്കെ ഒരു സഹോദരനോ അളിയനൊക്കെ ആയിട്ട് വരാം. അതിനായിട്ട് ഞാൻ ആദ്യം ബീഫ് വേവിക്കുകയാണ് കേട്ടോ. കുക്കറിൽ ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്തിട്ട് ഒരു വലിയ സവാള നന്നായിട്ട് അരിഞ്ഞു. എന്നിട്ട് അത് വഴറ്റി കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ 5 വെളുത്തുള്ളിയുടെ എല്ലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റി വന്നാൽ ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഒരു 2 ബേ ലീഫും ഒരു 3 ഏലക്കായകളും പിന്നെ ഒരു സിനമൺ സ്റ്റിക്കും ഇട്ട് കൊടുക്കാം. ഇത് ഞാനൊരു 600 ഗ്രാം അല്ലെങ്കിൽ ഒരു 700 ഗ്രാം ബീഫിൻ്റെ എമൗണ്ടിലാണ് കുക്ക് ചെയ്യുന്നത് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് വഴറ്റി വരുമ്പോൾ ഒരു 700 ഗ്രാം ബീഫ്, അതായത് ഒരു 1/2 കിലോയിൽ കൂടും ചെയ്യുന്ന 1 കിലോന് ഇല്ലായിരുന്നു. അങ്ങനെ ഒരു ബോണിൻ ബീഫാണ് ഏറ്റവും നല്ലത് ഇത് കുക്ക് ചെയ്തെടുക്കാൻ. കാരണം ആ ബോൺ ഉണ്ടാകുമ്പോൾ അതിൻ്റെ വെള്ളത്തിലാണല്ലോ ചോറ് വേവാൻ പോണത്, അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും. ഇതിന് പിന്നെ ശേഷം നമ്മൾ ചേർക്കാൻ പോണത് ഒരു വലിയ തക്കാളി അരച്ച് ചേർക്കാം. ഇതിപ്പോൾ ഞാൻ മുറിച്ചിട്ടാണ് ചേർക്കുന്നത്. 1 ടീസ്പൂൺ ജീരകപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഫ്രഷായിട്ട് പൊടിച്ചതാവണേ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ 1 ടീസ്പൂൺ പപ്രിക്ക പൗഡറോ അല്ലെങ്കിൽ നല്ല കാശ്മീരി ചില്ലി പൗഡറോ, പിന്നെ ഉപ്പ് നമ്മുടെ ഇതിനെല്ലാം ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇത് നന്നായിട്ടൊന്ന് മസാലയൊക്കെ ഒന്ന് കുക്കായാൽ നമ്മൾ എന്ത് ചെയ്യുക, വെള്ളം ചേർക്കേണ്ടത് ഒരു 3 കപ്പാണ് കേട്ടോ. ഈ ഒരു റെസിപ്പി എന്നും എനിക്ക് കൺഫ്യൂസിങ് ആണ്. അതായത് മന്തി ഉണ്ടാക്കണം, കബ്സ് ഉണ്ടാക്കണം, ഓരോരുത്തർക്കും ഓരോ വേർഷൻസാണ്. ഇത് ഞാൻ നമ്മുടെ ചാറ്റ് ജിപിടിയോടൊന്ന് ചോദിച്ചു നോക്കി. ഇനി അവരുടെ ഭാഗമൊന്നും നമ്മൾ കേൾക്കണമല്ലോ. ആ ചാറ്റ് ജിപിടി പറഞ്ഞിട്ട് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ ഈ റെസിപ്പി. ഹൈ ഫ്ലെയിമിൽ 1 വിസിലും പിന്നെ ലോ ഫ്ലെയിമിൽ നമ്മുടെ ബീഫിൻ്റെ വേവ് അനുസരിച്ച് എത്ര വെച്ചാൽ ചെയ്യാം. ഞാൻ 1 മണിക്കൂർ വെച്ചു. കുക്കറിൻ്റെ വിസിലെല്ലാം പോയ ശേഷം ബീഫ് ഞാൻ മാറ്റി വെച്ചിട്ട് ആ വെള്ളം അളന്ന് വെച്ചു. ഏകദേശം എനിക്ക് 3 കപ്പാണുള്ളത്. ഇനി വേറെ പാനിൽ ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്തിട്ട് സഹജീര ഇട്ട് കൊടുക്കാം. ഇനി സഹജീര കയ്യിലില്ലെങ്കിൽ ചെറിയ ജീരകമായാലും മതി കേട്ടോ. എന്നിട്ട് 2 ടേബിൾ സ്പൂൺ തക്കാളിയുടെ പേസ്റ്റ്, അത് ടൊമാറ്റോ പേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് വാങ്ങിച്ച പേസ്റ്റാണ് കേട്ടോ. ഇത് ആഡ് ചെയ്യുമ്പോഴാണ് ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ടേസ്റ്റ് വരുന്നത്. ടൊമാറ്റോ പ്യൂരി, അത് നമ്മുടെ തക്കാളി 2 ടേബിൾ സ്പൂൺ അരച്ചത് ചേർത്താലും മതി. പക്ഷെ വേറൊരു ടേസ്റ്റും ഈ റൈസിൻ്റെ ഒരു കളറ് മാറാനും ഇതാണ് ഒന്നും കൂടി നല്ലതെന്ന് തോന്നിപ്പോയി. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ അറേബ്യൻ മസാല, ഇത് ഇവിടെ പൊടിച്ചുണ്ടാക്കിയ മസാലയാണ്. കുറച്ച് ചെറിയ ജീരകവും മല്ലിപ്പൊടിയൊക്കെ ആഡ് ചെയ്തിട്ടുള്ളൊരു മസാല, ഇത് വാങ്ങിക്കാം, അത് യൂസ് ചെയ്യാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം നമുക്ക്. പിന്നെ എന്ത് ചെയ്യുക, നമ്മൾ ഒരു 3/4 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ട് ഊറ്റി വെച്ചിട്ടുള്ള ബസ്മതി റൈസ് ഉണ്ടല്ലോ, അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അതൊരു 3 കപ്പ് ഉണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ മുകളിൽ 1 ടീസ്പൂൺ കുരുമുളക് പൊടി തൂവി കൊടുക്കാം. ഭയങ്കര റഫായി ഇളക്കി കൊടുക്കാണ്ട് ഒന്ന് ഇവയെല്ലാം ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടുള്ളൊരു ഇളക്കൽ മാത്രം ഇളക്കുക, കാരണം അരി പൊട്ടിപ്പോകാണ്ടിരിക്കണമല്ലോ. ശേഷം ഇതിലോട്ട് ടോട്ടൽ ഒരു 5.5 കപ്പ് വെള്ളം ചേർക്കണം. അതായത് 3 കപ്പ് ബീഫ് വേവിച്ച വെള്ളവും ബാക്കി 2.5 കപ്പ് തിളച്ച വെള്ളവും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്കിത് അടച്ചു വെക്കാം. ഉപ്പ് ഈ സമയത്ത് നോക്കാം, ഉപ്പ് കുറവാണ് തോന്നുകയാണെങ്കിൽ നന്നായിട്ട് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് അടച്ചു വെച്ചിട്ട് തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യുക, വേഗം സിമ്മിലോട്ട് ഇടുക. തിളച്ചുകൊണ്ട് റൈസൊക്കെ ഒന്ന് വലുതായി എന്ന് കാണുകയാണെങ്കിൽ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് സിമ്മിലിടുക. ശേഷം ഇപ്പോൾ ഇതാ ഈ ഒരു സ്റ്റേറ്റിലെത്തി, വെള്ളം ഇപ്പോഴും ഉണ്ട്. ഈ സമയത്ത് നമ്മൾ മാറ്റി വെച്ച ബീഫ് പീസ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ഫ്രൈഡ് ഓണിയൻ ഉണ്ടല്ലോ അതും കുറച്ച്, ഒരു സവാള മുഴുവനായിട്ട് ഫ്രൈ ചെയ്തതും ഇതിന് മുകളിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് പിന്നെയും ഒരു 15 മിനിറ്റ് സിമ്മിൽ അടച്ചു വയ്ക്കാം. ടൈറ്റായിട്ട് തന്നെ അടച്ചു വയ്ക്കാം. ഈ ഫ്രൈഡ് ഓണിയൻ ചേർക്കുന്ന ഒരു ശരി എനിക്ക് അറിയില്ല കേട്ടോ. ഏതായാലും ചാറ്റ് ജിപിടിയോട് ചോദിച്ചിട്ട് ഞാൻ ഒട്ടും ഡിസപ്പോയിൻറ്റഡ് ആയില്ല. ഒരു കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സെയിം ടേസ്റ്റ് തന്നെയാണ്. നോട്ട് ചെയ്യേണ്ടത്, നല്ല ബീഫാണ് എടുക്കുന്നത്, ബോണിൻ ബീഫാണ് എടുക്കേണ്ടത്, എന്നാൽ ഒരിക്കലും ടേസ്റ്റ് കുറയൂല. ഈ വീഡിയോ നിങ്ങൾ ട്രൈ ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.